നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. മോഹൻലാൽ തിരുവിതാംകൂർ മഹാരാജാവാണോ? അഹങ്കാരത്തിന്റെ അടയാളമായി എന്ന് സിബി മലയിൽ. ഡ്രൈവറുടെ കാലുപിടിക്കാൻ എന്നെ കിട്ടില്ലെന്ന് സിബി മലയിൽ. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനുമായ സംവിധായകനാണ് സിബി മലയിൽ. അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമകൾ ഭൂരിഭാഗവും മലയാളികളുടെ പ്രേക്ഷക മനസ്സുകളെ വലിയ തോതിൽ കീഴടക്കിയതായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മിക്കവാറും എല്ലാ ചിത്രങ്ങളും കളക്ഷനിൽ റെക്കോർഡ് ഭേദിച്ചവയുമായിരുന്നു. സിബി മലയിൽ എന്ന സംവിധായകൻ തന്റെ പല നല്ല സിനിമകളിലും നായകനായി കണ്ടെത്തിയിരുന്നത് ഇപ്പോൾ മെഗാസ്റ്റാറായി വിലസുന്ന മോഹൻലാലിനെ ആയിരുന്നു. സിബി മലയിൽ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ചെങ്കോൽ, കമലദളം, മായാമയൂരം, ഭരതം, ദശരഥം, കിരീടം തുടങ്ങിയ സിനിമകൾ മലയാളത്തിൽ സർവകാല റെക്കോർഡ് ഭേദിച്ചവയായിരുന്നു. മാത്രമല്ല, ഇന്നും മലയാളികൾ ആവേശത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളായിരുന്നു ഇവയെല്ലാം. സിബി മലയിൽ എന്ന പ്രഗത്ഭനായ സംവിധായകന്റെ കഴിവിലൂടെ 50ഓളം മലയാള സിനിമകൾ പുറത്തിറങ്ങുകയുണ്ടായി. എന്നാൽ സിബി മലയിൽ മോഹൻലാൽ കൂട്ടുകെട്ട് ഇപ്പോൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലെത്തി എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിബി മലയിൽ തന്നെ നടത്തിയ ഒരു അഭിമുഖത്തിലാണ് മോഹൻലാൽ എന്ന നടൻ കാണിച്ച നെറിവുകേടുകളെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുന്നത്. മോഹൻലാൽ കടന്നു വന്ന വഴികളെല്ലാം മറന്ന് ധിക്കാരിയായി മാറിയെന്നാണ് സിബി മലയിൽ അഭിപ്രായപ്പെടുന്നത്. സിബി മലയിൽ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായ ദശരഥത്തിന്റെ 2ാം ഭാഗം സിനിമയാക്കുക എന്ന ലക്ഷ്യത്തോടെ സിബി മലയിൽ ഏറെക്കാലമായി മോഹൻലാലിന് പിറകെ നടക്കുകയായിരുന്നു. ഏറെക്കാലമായി അദ്ദേഹം കൊണ്ടു നടക്കുന്ന വലിയ മോഹമായിരുന്നു ഇതെന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നത്. നിരവധി തവണ നേരിൽ കണ്ടു തന്നെ മോഹൻലാലിനോട് ഈ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞുവെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹം സമ്മതം മൂളിയില്ല എന്നാണ് സിബി മലയിൽ ദുഃഖത്തോടെ പറയുന്നത്. മോഹൻലാലുമായുള്ള നേരിട്ടുള്ള ഇടപെടലുകളിൽ ചിത്രത്തിന്റെ കാര്യത്തിൽ അനുകൂല നിലപാടില്ലാതെ വന്നപ്പോൾ അന്തരിച്ച നെടുമുടി വേണുവുമായി ഈ കാര്യം സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം ലാലുമായി സംസാരിച്ച് സംഗതി ഉറപ്പാക്കാം എന്ന് പറഞ്ഞുവെങ്കിലും അത് നടന്നില്ല എന്നാണ് സിബി മലയിൽ പറയുന്നത്. മോഹൻലാൽ എന്ന നടൻ വലിയ ആരാധക വൃന്ദവും പ്രശസ്തിയും കഴിവുമുള്ള നടൻ തന്നെയാണ്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ പഴയ മോഹൻലാൽ അല്ല. കടന്നു വന്ന വഴികളെല്ലാം അദ്ദേഹം മറന്നിരിക്കുന്നു. 30 വർഷത്തിലധികമായി മലയാള സിനിമാ സംവിധാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോലും അതിന് ചെവി കൊടുക്കാത്ത അഹങ്കാരിയായി മോഹൻലാൽ മാറിയിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെടണമെങ്കിൽ പോലും അവിടെയുള്ള പല ശിങ്കിടിമാരും കനിയണം. ഇതിന് കാത്തു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്റെ യജമാനൻ മോഹൻലാലിന്റെ പഴയ കാർ ഡ്രൈവറും ഇപ്പോഴത്തെ വലിയ മുതലാളിയുമായ ആളല്ല എന്നും സിബി മലയിൽ പ്രതിഷേധത്തോടെ പറഞ്ഞു വെച്ചു. മോഹൻലാൽ കഴിവുള്ള നടൻ എന്ന നിലയിൽ എല്ലാ ആദരവും അദ്ദേഹത്തോട് എന്റെ മനസ്സിലുണ്ട്. എന്നാൽ അടുത്ത കാലത്തുള്ള അനുഭവങ്ങൾ ആ സ്നേഹം പോലും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെക്കാൾ കിരീടം വെച്ചവനായി സ്വയം അഹങ്കരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ. ഇത് എന്റെ മാത്രം അനുഭവമല്ല എന്നും മറ്റു പലരും ഇതേ അനുഭവം തന്നോട് ഇപ്പോൾ പറയുന്നുണ്ടെന്നും സിബി മലയിൽ പരിഭവിക്കുന്നുണ്ട്. മലയാളത്തിലെ സൂപ്പർ താര പദവിയിലെത്തിയ പ്രമുഖരായവരെക്കാൾ വലിയ എളിമയും സ്നേഹവും പ്രകടിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു മോഹൻലാൽ. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ തകിടം മറിയുന്ന അനുഭവം എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ലാലിന്റെ വണ്ടിയുടെ ഡ്രൈവറായി ഒപ്പം കൂടിയ ആളാണോ ഇപ്പോൾ മോഹൻലാലിനെ നിയന്ത്രിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. ഇതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ മോഹൻലാൽ തന്നെയാണ് തയ്യാറാകേണ്ടത്. ഏതായാലും എന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹമായി കൊണ്ടു നടന്നതാണ് ദശരഥം സിനിമയുടെ 2ാം ഭാഗം എന്നത്. മോഹൻലാലിലൂടെ ആ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് വലിയ മോഹം ഞാൻ കൊണ്ടു നടന്നിരുന്നു. വേറെ കാലം മോഹിച്ചു നടന്ന ആ സ്വപ്നം ഇനി ഏതായാലും എന്നിൽ ഉണ്ടാവില്ല. അത്തരം എല്ലാ നീക്കങ്ങളും ഞാൻ ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന ശൈലിയിൽ തുറന്നു പറയണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് അഭിമുഖമെന്നും സിബി മലയിൽ പറഞ്ഞു വെക്കുന്നു. നന്ദി, നമസ്കാരം.